ചങ്ങായിമാരെ നമസ്കാരമുണ്ട്. കുറേ കാലമായില്ലേ നമ്മളിത് നേരിട്ട് കണ്ടിട്ട്. കുറച്ച് തിരക്കായിപ്പോയി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എയർ എന്ന് പറയുന്ന ഒരു റിയൽ സ്റ്റോറിയുമായിട്ടാണ്. 2023 ഈ സിനിമ റിലീസായിരിക്കുന്നത്. അപ്പോൾ റിയൽ സ്റ്റോറിയുമായി ബന്ധപ്പെട്ട സിനിമ ആയതുകൊണ്ട് തന്നെ ഒരു ഡ്രാമയായിട്ടാണ് ഈ സിനിമ ഒരുക്കിയിരിക്കുന്നത്. നൈക്കി എന്ന് പറയുന്ന ഷൂ നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ? നൈക്ക് എന്ന് മാത്രമല്ല അതിൻ്റെ പ്രൊനൗൺസിയേഷൻ. നമ്മൾ പക്ഷേ ഇന്ത്യക്കാർക്ക് നൈക്കി എന്ന് പറഞ്ഞാലേ ഒരു സമാധാനമാവുള്ളൂ അല്ലേ? അപ്പോൾ ഈ നൈക്ക് ഷൂ എങ്ങനെ ഇന്ന് നമ്മൾ കാണുന്ന അത്രയും ബ്രാൻഡ് വാല്യൂ ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ് ഈ എയർ എന്ന് പറയുന്ന സിനിമയിൽ പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു തരുമ്പോൾ ആ സിനിമ നിങ്ങൾക്ക് എത്രമാത്രം എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. റിയൽ ഇൻസിഡൻസ് ആയതുകൊണ്ട് അവർ ആ രീതിയിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. പക്ഷേ സിനിമ കാണുമ്പോൾ വളരെ എൻ്റർടൈനിങ് ആണ് താനും. അപ്പോൾ നിങ്ങൾ ഈ സിനിമ കാണാൻ ശ്രമിക്കുക. അതോടൊപ്പം ഈ വീഡിയോയും ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ലോകമെമ്പാടും നിരവധി ആഘോഷങ്ങൾ നടക്കുകയും പലരും നിരവധി നേട്ടങ്ങൾ നേടിയെടുക്കുകയും ചെയ്ത് എല്ലാവർക്കും ഒരുപോലെ ഓർത്തുവയ്ക്കാൻ ധാരാളം ഓർമ്മകൾ സമ്മാനിച്ച ഒരു വർഷമായിരുന്നു 1984. ഇന്ന് നമ്മൾ കാണുന്ന പല വലിയ വലിയ കമ്പനികളും ബിസിനസ്സിൽ പരസ്പരം മത്സരിക്കുന്ന ഒരു സമയം കൂടിയായിരുന്നു അത്. ഈ മത്സരത്തിൽ അന്നത്തെ ഷൂ കമ്പനികളും ഉൾപ്പെട്ടിരുന്നു. ഇതിൽ നൈക്ക് എന്ന കമ്പനിയിലെ ബാസ്കറ്റ്ബോൾ ഡിവിഷൻ ടാലന്റ് സ്കൗട്ടായിരുന്നു നമ്മുടെ പ്രധാന കഥാപാത്രമായ സോണി വക്കാരോ. കമ്പനികൾ തമ്മിലുള്ള മത്സരം അവരുടെ പരസ്യങ്ങളിലും കാണാമായിരുന്നു. എന്നാൽ നൈക്കിന് മറ്റ് കമ്പനികളോടൊപ്പം പിടിച്ചു നിൽക്കാൻ ആളുകളെ സ്വാധീനിക്കുന്ന തരത്തിൽ ഒരു നല്ല പരസ്യമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആളുകൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുകയും കമ്പനിക്ക് നല്ല രീതിയിൽ പ്രൊമോഷൻ കൊടുക്കാൻ കഴിയുന്നതുമായ ഒരാളെ പരസ്യത്തിന് വേണ്ടി തിരഞ്ഞെടുക്കേണ്ടത് സോണി വക്കാരോയുടെ ചുമതലയായിരുന്നു. നൈക്ക് ഒരു ഷൂ കമ്പനി ആയതുകൊണ്ട് തന്നെ കമ്പനിയുടെ പ്രോഫിറ്റ് കൂട്ടാൻ സാധിക്കുന്ന ഒരു അത്ലറ്റിനെ ആയിരുന്നു സോണി വക്കാരയ്ക്ക് കണ്ടെത്തേണ്ടിയിരുന്നത്. ആ വർഷം ബാസ്കറ്റ്ബോൾ ഷൂസിന്റെ മാർക്കറ്റ് സെയിൽസിൽ 54% കോൺവേഴ്സ് എന്ന കമ്പനിയും 29% അഡിഡാസ് എന്ന കമ്പനിയുമായിരുന്നു വിറ്റഴിച്ചത്. മിച്ചമുള്ള 17% മാത്രമേ നൈക്കിന് അവരുടെ ഷൂ വിൽക്കാൻ സാധിച്ചുള്ളൂ. അഡിഡാസിന്റെ ഷൂസ് ധാരാളമായി റാപ്പേഴ്സ് യൂസ് ചെയ്യുന്നതുകൊണ്ട് അമേരിക്കയിലുള്ള ടീനേഴ്സ് എല്ലാം അഡിഡാസിന്റെ ഷൂ വാങ്ങുന്നുവെന്നും മാജിക് ജോൺസണും ലാരി ബേർഡും പോലെയുള്ള ബാസ്കറ്റ്ബോൾ ലെജൻഡ്സ് കോൺവേഴ്സിന്റെ അംബാസിഡറായി ആ ഷൂ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ അത് ഓൾറെഡി ഒരു ബാസ്കറ്റ്ബോൾ ഷൂ ആയി ആളുകൾക്കിടയിൽ എസ്റ്റാബ്ലിഷ് ആയതുകൊണ്ടുമാണ് നൈക്കിന് സെയിൽ കുറയുന്നത് എന്നായിരുന്നു നൈക്കിന്റെ ബാസ്കറ്റ്ബോൾ ഷൂ ഡിവിഷന്റെ ഹെഡായ ഹൊവാർഡ് വൈറ്റിന്റെ വാദം. ജോഗിംഗ് ഷൂ എന്ന നിലയിൽ നൈക്കിന് ഒരു ഐഡന്റിറ്റി ഉണ്ടായിരുന്നു. എങ്കിലും വേണ്ട രീതിയിലുള്ള പ്രോഫിറ്റ് ആ ഐഡന്റിറ്റി വെച്ച് ലഭിക്കില്ലായിരുന്നു. ഇതിന് കാരണം യൂത്തിന് റണ്ണിംഗ് ഷൂസിൽ അധികം ഇൻട്രസ്റ്റ് ഇല്ല എന്നത് തന്നെയായിരുന്നു. എന്താന്ന് വെച്ചാൽ ഷൂസ് കൂടുതൽ ഉപയോഗിക്കുന്നത് യൂത്ത് ആയിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കാൻ പറ്റുന്നതും ആ ഒരു വഴി തന്നെയായിരിക്കില്ലേ. നൈക്ക് ഷൂ കമ്പനിയിൽ തന്നെ പ്രോഫിറ്റിന്റെ കാര്യത്തിൽ ഏറ്റവും വീക്കായിരുന്നത് അവരുടെ ബാസ്കറ്റ്ബോൾ ഡിവിഷൻ ആയിരുന്നു. ഇതൊക്കെ സോണിയെ വളരെയധികം തളർത്തിയിരുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് കമ്പനിയുടെ പരസ്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടി ഒരു NBA റൂക്കിയെ തിരഞ്ഞെടുക്കുന്നതിനായി റോബ് സ്ട്രാസർ നടത്തുന്ന ഒരു മാർക്കറ്റിംഗ് ഡിവിഷൻ മീറ്റിംഗ് ആണ്. ഈ മീറ്റിംഗിൽ തിരഞ്ഞെടുക്കുന്ന ആളെ സമീപിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഡീൽ ഉറപ്പിച്ച് അയാളെ കമ്പനിയുടെ അംബാസിഡറാക്കുക എന്നതാണ് മീറ്റിംഗിന്റെ ലക്ഷ്യം. അവരിട്ട ലിസ്റ്റിൽ ഒന്നാമതായുള്ളത് ഹക്കീം ഒലാജുവോൻ എന്ന ആളായിരുന്നു. എന്നാൽ അയാൾ ഒരിക്കലും നൈക്കിനെ തിരഞ്ഞെടുക്കില്ല എന്നതുകൊണ്ട് തന്നെ അയാളെ ഒഴിവാക്കി. രണ്ടാമതായുള്ളത് സാം ബോയി ആയിരുന്നു. പക്ഷേ കോൺവേഴ്സ് ഓൾറെഡി അയാളെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞിരുന്നു. മൂന്നാമതായുള്ളത് മൈക്കിൾ ജോർദാൻ ആയിരുന്നു. പക്ഷേ അയാൾ അഡിഡാസുമായിട്ടുള്ള ഡീല് ഏകദേശം ഉറപ്പിച്ചിരുന്നു. മാത്രമല്ല നൈക്കിനെ പോലെ ഒരു കമ്പനിക്ക് അന്ന് അത്ര വലിയൊരു ബ്രാൻഡ് ഓഫർ ചെയ്യുന്ന ഡീലിനോട് മത്സരിക്കാനും കഴിയുമായിരുന്നില്ല. നാലാമതായി ലിസ്റ്റിലുണ്ടായിരുന്നത് സാം പെർക്കിൻസ് എന്ന ആളായിരുന്നു. എന്നാൽ അയാളാവട്ടെ അത്രയും ഫോട്ടോജനിക് അല്ല എന്നായിരുന്നു ടീമിന്റെ അഭിപ്രായം. അതുകൊണ്ട് തന്നെ ലിസ്റ്റിലുള്ള 5-ാമത്തെ ആൾ തൊട്ട് 20-ാമത്തെ ആൾ വരെയുള്ളവരിൽ ആരെങ്കിലും ഒരാളെ സെലക്ട് ചെയ്യുക എന്നൊരു ഓപ്ഷൻ മാത്രമേ അവർക്കുണ്ടായിരുന്നുള്ളൂ. ജാസ് ലെജൻഡായ ജോൺ സ്റ്റോക്കോണും 76-ലെ ലെജൻഡായ ചാൾസ് ബാർക്ലിയെയും ഇതിലേക്ക് പരിഗണിക്കാൻ പറ്റുന്ന 2 ആളുകളാണ്. പക്ഷേ അവർക്ക് രണ്ടുപേർക്കും പോരായ്മകൾ ഉള്ളതിനാൽ ടീം അവരെയും സെലക്ട് ചെയ്തില്ല. ചുരുക്കി പറഞ്ഞ അവിടെ നടന്ന മീറ്റിംഗിൽ യാതൊരു റിസൾട്ടും ലഭിച്ചില്ല. അതുകൊണ്ട് തന്നെ റോബ് അവിടെ നിന്നും ഇറങ്ങിപ്പോയി. അതിനു പിന്നാലെ സോണിയും. രണ്ടുപേരും സംസാരിച്ചുകൊണ്ട് ടോയ്ലറ്റിൽ കയറി. അവിടെ വെച്ചുള്ള സംസാരത്തിനിടയിൽ മൈക്കിൾ ജോർദാനെ തന്നെ സെലക്ട് ചെയ്യാമെന്ന് സോണി അഭിപ്രായപ്പെട്ടു. എന്നാൽ നൈക്കിനെ പോലൊരു കമ്പനിക്ക് ജോർദാനെ അഫോർഡ് ചെയ്യാനുള്ള ഫണ്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ റോബ് ഒന്നും അടിച്ചു. കോൺട്രാക്ട് ഉണ്ടാക്കാൻ നൈക്ക് ആകെ അനുവദിച്ചത് $250,000. ഈ ഫണ്ട് ഉപയോഗിച്ച് 3 പ്ലെയേഴ്സിന്റെ കോൺട്രാക്ട് ആണ് ഉണ്ടാക്കേണ്ടത്. അങ്ങനെയുള്ളപ്പോൾ ജോർദാനുമായി ഒരിക്കലും ഡീലുണ്ടാക്കാൻ കഴിയില്ല എന്ന് റോബ് ചിന്തിച്ചു. എന്നാൽ ഈ തീരുമാനത്തിൽ നിന്ന് സോണി പിന്മാറിയില്ല. അയാൾ നൈക്കിന്റെ CEO ആയ ഫിൽ നൈറ്റ്സിന്റെ ഓഫീസിലേക്ക് ബഡ്ജറ്റിന്റെ കാര്യം സംസാരിക്കാനായി പോയി. പക്ഷെ അക്കാര്യത്തിൽ ഫിൽ നൈറ്റ്സിന് അധികം സന്തോഷമൊന്നും തോന്നിയില്ല. കാരണം കഴിഞ്ഞ വർഷത്തെ കമ്പനിയുടെ ലാഭം വളരെയധികം കുറഞ്ഞതു പോയതുകൊണ്ട് തന്നെ ബാസ്കറ്റ്ബോൾ ഡിവിഷനെ ഡിസ്പെൻഡ് ചെയ്യാനായിരുന്നു ബോർഡിന്റെ സജഷൻ. ആ സമയത്താണ് സോണി ഈ ആവശ്യവുമായി അവിടേക്ക് എത്തുന്നത്. നല്ല ബെസ്റ്റ് ടൈമിംഗ് അല്ലേ. എന്നാൽ ഫിൽ അത്രയും നേരം പറഞ്ഞതൊന്നും കാര്യമാക്കാതെ സോണി പിന്നെയും ബഡ്ജറ്റ് ഇൻക്രീസ് ചെയ്ത് ഓഫർ ഡബിളാക്കാൻ
ഉണ്ടാക്കാനായി ആവശ്യപ്പെട്ടു. എന്നാൽ ഇത്തവണ അധികം സംസാരിക്കാതെ തന്നെ ഫില്ല് ഡയറക്റ്റ് ആയിട്ട് ആ പരിപാടി ഒരിക്കലും നടക്കില്ല എന്ന് സോണിയുടെ മുഖത്ത് നോക്കി പറഞ്ഞു. പക്ഷേ സോണി അപ്പോഴും വിട്ടില്ല. അതിനെതിരെ പ്രതിഷേധിക്കുക തന്നെ ചെയ്തു. കാരണം റണ്ണിംഗ് ഷൂ വിറ്റത് മൂലം കമ്പനിക്ക് എത്രത്തോളം റവന്യൂ കിട്ടി എന്നത് സോണിക്ക് നന്നായി അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഫണ്ടില്ല എന്നത് കള്ളമാണെന്നും ബാസ്കറ്റ്ബോൾ ഡിവിഷന് പൈസ തരുന്നതിൽ മനഃപൂർവ്വം പിശുക്ക് കാണിക്കുകയാണെന്നും സോണി പറയുന്നു. എന്നാൽ ആളുകൾ ബാസ്കറ്റ്ബോൾ ഷൂ ധരിക്കുന്നത് ബാസ്കറ്റ്ബോൾ കളിക്കാൻ വേണ്ടി മാത്രമാണെന്നും റണ്ണിംഗ് ഷൂ ആണെങ്കിൽ നിരവധി സന്ദർഭങ്ങളിൽ ഉപയോഗിക്കാമെന്നതുകൊണ്ട് തന്നെ ആളുകൾ അത് കൂടുതൽ വാങ്ങുമെന്നുമായിരുന്നു ഫിൽ കൊടുത്ത മറുപടി. എന്നാൽ സോണി ബാസ്കറ്റ്ബോൾ ഷൂസിൽ നിന്നും പ്രോഫിറ്റ് ഉണ്ടാക്കാമെന്ന വാദത്തിൽ തന്നെ ശക്തമായി ഉറച്ചു നിന്നു. പക്ഷേ ഫില്ലാവട്ടെ സോണിയുടെ വാദങ്ങളെ അയാളുടെ റണ്ണിങ്ങിനെ കുറിച്ചുള്ള ബോറിംഗ് ഫിലോസഫി പറഞ്ഞ് ഒഴിവാക്കി. അങ്ങനെ അതിനായുള്ള മീറ്റിംഗും വെറുതെയായി. പക്ഷേ സോണി അയാളുടെ സർവേ തുടർന്നുകൊണ്ടേയിരുന്നു. വിവിധ പ്രൊഡക്റ്റുകളുടെ അംബാസിഡേഴ്സിനെയെല്ലാം അയാൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു. അതുപോലെ തന്നെ ബാസ്കറ്റ്ബോളിൽ അടുത്തതായി തിളങ്ങാൻ ചാൻസ് ഉള്ള അല്ലെങ്കിൽ അതിൽ നല്ല ഭാവിയുള്ള പ്ലേയേഴ്സ് ആരൊക്കെ ആകാമെന്നുള്ള ജനങ്ങളുടെ അഭിപ്രായങ്ങളും സോണി ചോദിച്ചു മനസ്സിലാക്കി. അങ്ങനെ ഒരു ദിവസം രാത്രി സോണി ടിവിയിൽ 2 ഷോ ഒരുമിച്ച് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ ഒന്നാമത്തെ പരസ്യം ആർതർ ആഷയെ അംബാസിഡർ ആക്കിക്കൊണ്ടുള്ള ഒരു ടെന്നീസ് റാക്കറ്റിന്റേതായിരുന്നു. അതിൽ ആ കമ്പനി അത് യൂസ് ചെയ്യുന്ന ആളുടെ ക്യാരക്ടറിനെ ബേസ് ചെയ്തായിരുന്നു ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. രണ്ടാമത്തേത് മൈക്കിൾ ജോർദാൻ നിർണായകമായ ഒരു സ്കോർ എടുത്തതിന്റെ വീഡിയോ റെക്കോർഡിംഗ് ആയിരുന്നു. അത് കണ്ടതും സോണിയുടെ മനസ്സിൽ പെട്ടെന്ന് എന്തോ ഒന്ന് ഉദിച്ചു. അയാൾ ആ ബ്രോഡ്കാസ്റ്റ് പിന്നെയും റിപ്പീറ്റ് അടിച്ച് കുറേ തവണ കണ്ടു. അടുത്ത ദിവസം വളരെയധികം ആവേശത്തിൽ സോണി റോബിന്റെ ഓഫീസിലെത്തി. അയാളെ ആ ബ്രോഡ്കാസ്റ്റ് കാണിച്ചു കൊടുത്തു. എന്നാൽ റോബിന് അത് കണ്ടിട്ട് പ്രത്യേകിച്ച് ഒന്നും തന്നെ തോന്നിയില്ല. ഇത് മനസ്സിലാക്കിയ സോണി താൻ കണ്ട പോയിന്റ് ഓഫ് വ്യൂ റോബിന് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു കൊടുക്കുന്നു. ആ വീഡിയോയിലുള്ള ഗെയിമിൽ അതിന്റെ ക്രൂഷ്യൽ മൊമെന്റിൽ സീനിയർ പ്ലെയറായ ജെയിംസ് വർത്തിക്ക് ബോൾ പാസ് ചെയ്യാതെ 18 വയസ്സ് മാത്രമുള്ള മൈക്കിൾ ജോർദാനാണ് കൊടുത്തത്. നിർണായക ഘട്ടത്തിൽ കോച്ച് 18 വയസ്സ് മാത്രമുള്ള അധികം ഭാരമില്ലാത്ത ഒരു ടീനേജറിനെയാണ് കളി ഏൽപ്പിച്ചത് എന്നായിരുന്നു സോണിയുടെ കണ്ടെത്തൽ. സോണിക്ക് ജോർദാനിൽ എന്തോ ഒരു ഭാഗ്യമുള്ളതുപോലെ തോന്നി. ഈ തോന്നൽ ജോർദാനെ തന്നെ റിക്രൂട്ട് ചെയ്യണമെന്ന ആഗ്രഹം സോണിയിൽ പിന്നെയും വർദ്ധിപ്പിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി എന്തും ചെയ്യുമെന്ന അവസ്ഥയിലെത്തി സോണി. മാത്രമല്ല ബാക്കി 3 പ്ലെയേഴ്സിലും തനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല എന്ന കാര്യവും സോണി വ്യക്തമാക്കി. പക്ഷേ ഈ കാര്യത്തിൽ റോബ് എതിർത്തു. കാര്യം ഒരു പ്ലെയറിനെ മാത്രം വിശ്വസിച്ചുകൊണ്ട് ഒരു ഭാഗ്യപരീക്ഷണം നടത്താൻ റോബിന് യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. അനുവദിച്ച ബഡ്ജറ്റ് 3 പ്ലെയേഴ്സിന് വേണ്ടിയുള്ളതാണ്. ഇനി അങ്ങനെ 3 പ്ലെയേഴ്സിനെ സെലക്ട് ചെയ്യാതെ കയ്യിലുള്ള മുഴുവൻ തുകയായ $2,50,000 കൊടുത്ത് ഒരു പ്ലെയറിനെ മാത്രം അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ അഡിഡാസ് അതിനേക്കാൾ കൂടുതൽ തുക നൽകി നൈക്കിനോട് മത്സരിക്കും. മാത്രമല്ല ഒരു പ്ലെയറിനെ മാത്രം സമീപിച്ചാൽ ചിലപ്പോൾ ഒരു അംബാസിഡറിനെ കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റി കൂടി തന്നെ നഷ്ടമായേക്കാം എന്ന് റോബ് പറയുന്നു. അതിനുശേഷം സോണി ഈ ഐഡിയയുമായി ചെന്നത് ഹൊവാർഡ് വൈറ്റിന്റെ അടുത്തേക്കായിരുന്നു. എന്നാൽ ഫിൽ ഇതിനോട് യോജിക്കുമോ എന്ന് ഹൊവാർഡിനും സംശയമായിരുന്നു. കാരണം ഫില്ലിന് ഓൾറെഡി ബാസ്കറ്റ്ബോൾ ഷൂസിന്റെ പ്രൊമോഷനൊന്നും വലിയ താല്പര്യമില്ലല്ലോ. അത് ഹൊവാർഡിനും അറിയാം. എന്നാൽ സോണിക്ക് അതൊന്നും ഒരു വിഷയമേ അല്ലായിരുന്നു. പുള്ളിക്കാരൻ അപ്പോഴും ചിന്തിക്കുന്നത് മൈക്കിൾ ജോർദാനെ എങ്ങനെ സമീപിക്കാമെന്നായിരുന്നു. കാരണം ഇതിനു മുന്നേ തന്നെ ജോർദാൻ ഒരു അഡിഡാസ് ഫാനാണ് താനെന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇത് തീർച്ചയായും അദ്ദേഹത്തെ സമീപിക്കുന്നതിൽ ഒരു വെല്ലുവിളിയാകുമെന്ന് സോണിക്ക് അറിയാമായിരുന്നു. എന്നാലും സോണി പിന്നെയും പരിശ്രമം തുടർന്നുകൊണ്ടേയിരുന്നു. ആദ്യം അയാൾ മൈക്കിൾ ജോർദാന്റെ ഏജന്റായ ഡേവിഡ് ഫാൾക്കിനെ വിളിച്ചു. ജോർദാനുമായി ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തു തരണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ ഡേവിഡ് അധികം സംസാരിക്കാതെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് കാര്യം പറഞ്ഞു. നൈക്കിൽ നിന്ന് ആര് വന്നാലും അവരുമായി സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് ജോർദാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരിക്കലും നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് ഡേവിഡ് സോണിയെ തഴയുന്നു. പക്ഷേ സോണി അതിൽ നിന്നും ഒട്ടും പിന്മാറിയില്ല. അഡിഡാസ് നാസീസ് ഡെവലപ്പ് ചെയ്ത ബ്രാൻഡാണെന്നും അങ്ങനെ നിരവധി ആളുകളെ കൊന്നു തള്ളിയ ചരിത്രമുള്ള ആളുകളുടെ കമ്പനിയുമായി ജോർദാനെ കൊണ്ട് ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കരുതെന്നും സോണി ഡേവിഡിനോട് പറയുന്നു. ഇത് ഡേവിഡിനെ വളരെയധികം ഇറിറ്റേറ്റ് ആക്കി. അവസാനം അഡിഡാസുമായോ അല്ലെങ്കിൽ കോൺവേഴ്സുമായോ മാത്രമേ ജോർദാൻ എഗ്രിമെന്റ് ഉണ്ടാക്കുകയുള്ളൂ എന്ന് അയാൾ തീർത്തു പറഞ്ഞു. ഇത്രയും കേട്ടിട്ടും സോണിക്ക് മതിയായില്ല കേട്ടോ. അയാൾ പിന്നെയും അഡിഡാസ് എത്ര രൂപയാണ് ഡീലിനായി ഓഫർ ചെയ്തത് എന്ന് തിരക്കി. അത് ഏകദേശം $200,000 ആണെന്ന് മറുപടിയും ലഭിച്ചു. ഇത് സോണിയെ ധർമ്മസങ്കടത്തിലാക്കി. കാരണം അത്രയും വലിയൊരു എമൗണ്ട് ഒക്കെ ഒരു റുക്കിക്ക് കിട്ടാവുന്നതിൽ വെച്ച് വളരെ വലുതാണ്. അതുപോലെ നൈക്കിന്റെ കയ്യിലാവട്ടെ വളരെ കുറച്ച് ബഡ്ജറ്റ് മാത്രമേ ഉള്ളൂ താനും. പക്ഷെ ആദ്യം മുതലേ തളർന്നു പോകാതെ ഇതിനായി പരിശ്രമിച്ചുകൊണ്ടിരുന്ന സോണിക്ക് എങ്ങനെയും ഈ എഗ്രിമെന്റ് നടത്തിയെടുക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. ഇതിനായി തന്റെ കരിയർ തന്നെ റിസ്കിലാക്കാൻ റെഡിയാണെന്ന് ഫില്ലിനോട് സോണി പറയുന്നു. ഇതിനിടയിൽ ഡെയർ ടു ഗാമ്പിൾ ആൻഡ് ടേക്ക് ദ റിസ്ക് എന്ന കമ്പനി ഉണ്ടാകുന്ന സമയത്തുണ്ടായിരുന്ന സ്ലോഗനും സോണി ഫില്ലിനെ ഓർമ്മപ്പെടുത്തുന്നു. അഡിഡാസും കോൺവേഴ്സും അവരുടെ ഒഫീഷ്യൽ ഓഫർ ഏകദേശം ഉറപ്പിച്ചു കഴിഞ്ഞപ്പോഴും നൈക്ക് അത് പ്രിപ്പയർ പോലും ചെയ്തിട്ടില്ലായിരുന്നു. അവസാനം ഇതിനായി സോണിയുടെ പ്ലാൻ നടത്താമെന്ന് ഫിൽ സമ്മതിച്ചു. പക്ഷേ ഒരു ഒഫീഷ്യൽ ഓഫർ കൊടുക്കുന്നതിന് മുമ്പായി ജോർദാനുമായി ഫില്ലിന് ഒരു മീറ്റിംഗ് ആവശ്യമായിരുന്നു. എന്നാൽ ഒഫീഷ്യൽ ഓഫർ അയക്കാത്ത ബ്രാൻഡുകളുമായി ജോർദാൻ ഒരിക്കലും മീറ്റിംഗ് നടത്തില്ലെന്ന് ഡേവിഡ് ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു. ഇതിനൊരു പരിഹാരം അന്വേഷിക്കാനായി സോണി എത്തിയത് ജോർദാനുമായി വളരെ അടുപ്പമുള്ള അമേരിക്കൻ ഒളിമ്പിക്സ് ടീമിന്റെ കോച്ചായ ജോർജ് റെവലിംഗിന്റെ അടുത്തായിരുന്നു. എന്നാൽ ജോർജും പറഞ്ഞത് നൈക്കുമായി ജോർദാൻ ഒരിക്കലും സഹകരിക്കില്ല എന്ന് തന്നെയായിരുന്നു. നൈക്ക് ഇനി തനിക്ക് ഡ്രീം കാർ വാങ്ങി തന്നാലും ഞാൻ ഒരിക്കലും നൈക്കിന്റെ കൂടെ ചേരില്ല എന്നായിരുന്നു ജോർദാൻ ജോർജിനോട് പറഞ്ഞിരുന്നത്. സത്യത്തിൽ മൈക്കിൾ ജോർദാൻ ഒരു അഡിഡാസ് ഫാൻ ബോയ് ആണ്. കോൺവേഴ്സ് ആണ് അവരുടെ ടീമിനെ സ്പോൺസർ ചെയ്തതെങ്കിലും ട്രെയിനിങ് ടൈമിൽ ജോർദാൻ അഡിഡാസിന്റെ ഷൂ ആയിരിക്കും ഇടുന്നത്. മെയിൻ മാച്ചിന് ഇറങ്ങുന്നതിന് മുമ്പ് മാത്രമേ അയാൾ കോൺവേഴ്സിന്റെ ഷൂ ധരിക്കാറുള്ളൂ എന്ന് ജോർജ് സോണിയെ അറിയിക്കുന്നു. ജോർജ് ഒരു കാര്യം കൂടി പറഞ്ഞു. അതായത് ജോർദാന്റെ എഗ്രിമെന്റ് എല്ലാം നോക്കുന്നത് അവന്റെ അമ്മയായ ഡെലോറിസ് ജോർദാൻ ആണെന്ന്. ഇത് കേട്ടപ്പോൾ തന്നെ ജോർദാന്റെ ഫാമിലിയുമായി സംസാരിക്കാമെന്ന് സോണി തീരുമാനിക്കുകയായിരുന്നു. എന്നാൽ അങ്ങനെ ഒരു അൺഎത്തിക്കലായിട്ടുള്ള കാര്യം ചെയ്യുകയാണെങ്കിൽ സോണിയെ അവർ പുറത്താക്കുമെന്ന് ജോർജ് ഉറപ്പിച്ചു പറഞ്ഞു. എന്നാൽ സോണി അതിൽ നിന്നും പിന്മാറാൻ തയ്യാറല്ലായിരുന്നു.
ഇതിനെ തുടർന്നുണ്ടാകാൻ പോകുന്ന എല്ലാ കോൺസിക്വൻസും അറിയാമെങ്കിലും ഈ എഗ്രിമെന്റ് ഉറപ്പിക്കാനായി എന്ത് സാക്രിഫൈസ് ചെയ്യാനും സോണി തയ്യാറായിരുന്നു. ഈ കാര്യം ഹൊവാർഡ് വൈറ്റിനോടും സോണി പറയുന്നു. ഇനി താൻ എന്തൊക്കെ പറഞ്ഞ് എതിർത്താലും ശരി, സോണി എന്തായാലും അത് കേൾക്കാൻ പോകുന്നില്ല എന്ന് ഹൊവാർഡിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾ അതിനെ എതിർക്കാൻ നിന്നില്ല. അത് കഴിഞ്ഞ് സോണി ജോർദാന്റെ ഫാമിലിയെ മീറ്റ് ചെയ്യുന്നതിനായി പോകുന്നത് കരോലിനയിലേക്കാണ്. അവിടെ ജോർദാന്റെ ഫാദർ സോണിയെ സന്തോഷപൂർവ്വം സ്വീകരിച്ചു. പുള്ളിക്കാരൻ കുറച്ച് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരാളായിരുന്നു. അവിടുത്തെ ചുറ്റുപാടിൽ നിന്നും വീട്ടുകാര്യങ്ങളിലെല്ലാം കുറച്ചുകൂടി പവർ ഉള്ളത് ജോർദാന്റെ അമ്മയ്ക്കാണെന്ന് സോണി മനസ്സിലാക്കി. ഇത്രയൊക്കെ ചെയ്തെങ്കിലും സോണി ഇതുവരെ ജോർദാനെ കണ്ടിട്ടില്ല എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. മുൻപ് യാതൊരു പരിചയമില്ലാത്ത ഒരാളുടെ വീട്ടിലേക്കാണ് സോണി ഇപ്പോൾ കയറി ചെന്നേക്കുന്നത്. അതും അയാൾ ഒരിക്കലും നടക്കില്ലെന്ന് പറഞ്ഞ കാര്യത്തിന് വേണ്ടി. ജോർദാന്റെ അമ്മയായ ഡെലോറിസിനെ കൺവിൻസ് ചെയ്താൽ മാത്രമേ എന്തെങ്കിലും നടക്കുകയുള്ളൂ. അത് മനസ്സിലാക്കിയ സോണി അവരുടെ നിലപാട് മാറ്റാനായി ധാരാളം കാര്യങ്ങൾ പറഞ്ഞു. ജോർദാൻ കോൺവേഴ്സുമായിട്ടാണ് എഗ്രിമെന്റ് ഉണ്ടാക്കുന്നതെങ്കിൽ ആ കമ്പനിയിൽ കോൺട്രാക്ട് ഉള്ള നിരവധി നല്ല പ്ലേയേഴ്സിൽ ഒരാൾ മാത്രമാകുമെന്നും, ഇനി അഡിഡാസുമായിട്ടാണ് എഗ്രിമെന്റ് ഉണ്ടാക്കുന്നതെങ്കിൽ ആ കമ്പനിയിൽ ഓൾറെഡി അഡി ഡാസിലറിന്റെ മരണത്തിന് ശേഷം ധാരാളം ഇഷ്യൂസ് നടക്കുന്നുണ്ടെന്നും, എന്നാൽ നൈക്കിന്റെ ഒപ്പമാണ് ചേരുന്നതെങ്കിൽ ജോർദാൻ ആയിരിക്കും സെന്റർ ഓഫ് അറ്റൻഷൻ. മാത്രമല്ല അയാളെ മറ്റുള്ളവരിൽ നിന്നും സ്പെഷ്യലായിട്ടായിരിക്കും ട്രീറ്റ് ചെയ്യുക എന്നും സോണി വ്യക്തമാക്കി. ഇപ്പോൾ സോണി കാണിച്ച ഈ മര്യാദക്കേടറിഞ്ഞ് എല്ലാവർക്കും ദേഷ്യമായി. ഡേവിഡ് ഫോൾക്ക് സോണിയെ വിളിച്ച് ദേഷ്യപ്പെടുകയും ചീത്ത പറയുകയും ചെയ്തു. എന്നാലും സംസാരത്തിന്റെ അവസാനം ജോർദാൻ അടുത്ത തിങ്കളാഴ്ച രാത്രി മീറ്റിംഗിന് റെഡിയാണെന്ന് അവന്റെ അമ്മ അറിയിച്ചതായി അയാൾ പറയുന്നു. ഫില്ലും ഈ വിഷയത്തിൽ ദേഷ്യപ്പെടാണ്ടൊന്നും ഇരുന്നില്ല. അവനും അത്യാവശ്യം നന്നായിട്ട് സോണിയെ വഴക്ക് പറഞ്ഞിരുന്നു. കാരണം സോണി തന്റെ പൊസിഷനും മേലെയുള്ള രീതിക്ക് പെരുമാറുന്നത് പോലെയായിരുന്നു അയാൾക്കും തോന്നിയത്. എന്നിരുന്നാലും മീറ്റിംഗ് നടത്തുന്നതിന് വേണ്ടി അയാൾ സോണിക്ക് പെർമിഷൻ കൊടുത്തു. പക്ഷേ ആ ഒരു സമയത്തും ഒരു ഒഫീഷ്യൽ ഓഫർ ഉണ്ടാക്കാൻ ഫില്ലിന് യാതൊരു താല്പര്യവുമില്ലായിരുന്നു. ചിലപ്പോൾ അയാൾ ആ മീറ്റിംഗ് തന്നെ ഒരുപക്ഷെ പിന്നീട് ക്യാൻസൽ ചെയ്തേക്കാം. അങ്ങനെ യാതൊരു ഉറപ്പുമില്ലെങ്കിലും തന്റെ ലക്ഷ്യത്തിൽ മുന്നോട്ട് പോകാൻ തന്നെ സോണി തീരുമാനിക്കുകയായിരുന്നു. ഇതിനെപ്പറ്റി അറിഞ്ഞ ശേഷം ജോബും മൈക്കിൾ ജോർദാനുമായിട്ടുള്ള മീറ്റിംഗിന് വളരെയധികം എക്സൈറ്റഡ് ആയിരുന്നു. അതിനുശേഷം കാണിക്കുന്നത് ക്രിയേറ്റീവ് റൂമാണ്. അവിടേക്കെത്തിയ സോണി മൈക്കിൾ ജോർദാനെ കാണിക്കുന്നതിന് വേണ്ടി പുതിയൊരു ഷൂവിന്റെ പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കാനായി ആവശ്യപ്പെടുന്നു. മാത്രമല്ല ഷൂ ജോർദാന്റെ ക്യാരക്ടറിസ്റ്റിക്സിനനുസരിച്ചും ഫംഗ്ഷനേക്കാൾ കൂടുതൽ ഡിസൈൻ ആസ്പെക്ടിന് പ്രാധാന്യം കൊടുത്തുമാണ് ഉണ്ടാക്കേണ്ടതെന്നും പറയുന്നു. ഡിസൈനേഴ്സിന് ഇതിനിടയിൽ ജോർദാൻ കോൺവേഴ്സുമായിട്ടുള്ള ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിരുന്നു. അവിടെ വെച്ച് അയാളെ ആകർഷിക്കാനായി മാജിക് ജോൺസനെയും ലാറി ബേർഡിനെയും ജൂലിയസ് എർവിനെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കമ്പനിയുടെ പരസ്യം അയാളെ കാണിക്കുകയുണ്ടായി. അതിൽ നിന്നും തന്റെ മകൻ കമ്പനിയിലുള്ള ആളുകളിൽ 4ാമത്തെ ആൾ മാത്രമേ ആകുള്ളൂ എന്ന് ഡെലോറിസിന് മനസ്സിലായി. അപ്പോഴാണ് അവർക്ക് സോണി പറഞ്ഞ കാര്യം ശരിയാണെന്നും തോന്നിയത്. വീണ്ടും നൈക്കിന്റെ ക്രിയേറ്റീവ് റൂം കാണിക്കുന്നു. ഡിസൈനറായ പീറ്റർ ജോർദാനു വേണ്ടി ഷൂസിന്റെ പ്രോട്ടോടൈപ്പ് നിർമ്മിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ അപ്പോഴും എക്സ്പെക്ട് ചെയ്ത രീതിയിലുള്ള ചില കാര്യങ്ങളൊക്കെ അതിൽ കുറവുണ്ടായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് വെള്ളനിറമായിരുന്നു. ഇതിന് കാരണമായി പീറ്റർ പറഞ്ഞത് NBA റെഗുലേഷൻസ് അനുസരിച്ച് ഷൂസിൽ കൂടുതലായി വേണ്ടത് വെള്ളനിറമാണ് എന്നായിരുന്നു. മാത്രമല്ല ഇതനുസരിക്കാത്ത പ്ലേയേഴ്സിന് $5000 പിഴയും അടക്കേണ്ടി വരും. എന്നാൽ ഇത് കാര്യമാക്കാതെ ചിക്കാഗോ ബുൾസിന്റെ ഡോമിനന്റ് റെഡ് കളർ ഷൂസിൽ കൊടുക്കാനായി റോബ് സജസ്റ്റ് ചെയ്തു. അങ്ങനെയെങ്കിൽ മൈക്കിൾ ജോർദാനെതിരെ വരുന്ന ഫൈനും അവർ തന്നെ അടച്ചോളാമെന്ന് അയാൾ പറയുന്നു. ഈ പ്രൊപ്പോസലിൽ യോജിച്ച ഡിസൈനർ അതനുസരിച്ച് ഷൂ റീഡിസൈൻ ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെ ഷൂസിന് എയർ എന്ന മറ്റൊരു പ്രൊഡക്റ്റിനുണ്ടായിരുന്ന പേരിടാമെന്നും, അങ്ങനെയുള്ളപ്പോൾ അതിന്റെ കൂടെ മൈക്കിൾ ജോർദാന്റെ പേര് കൂടി ചേർത്ത് നൈക്കിന്റെ ലെജൻഡറി ബാസ്കറ്റ്ബോൾ ഷൂ ആയ എയർ ജോർദാൻ ഇറക്കാമെന്നും പീറ്റർ ഒരു ഐഡിയ പറഞ്ഞു. അങ്ങനെ ഈ 3 പേര് മൈക്കിൾ ജോർദാനെ കാണുന്നതിന് മുമ്പായ പ്രസന്റേഷൻ പൂർത്തിയാക്കാനായി വളരെ ആത്മാർത്ഥമായി തന്നെ വർക്ക് ചെയ്തു. ഓവർ ടൈം ഡ്യൂട്ടി ചെയ്യാനും വീക്കെൻഡിൽ പോലും കമ്പനിയിൽ വരാനും അവർ തയ്യാറായി. അങ്ങനെ അവസാനം പീറ്റർ ആ ഡിസൈൻ പൂർത്തിയാക്കി. അത് കണ്ട എല്ലാവർക്കും ഒരുപോലെ അതിശയമായിരുന്നു. കാരണം അത്രയ്ക്കും മനോഹരമായ ഒരു ഡിസൈനായിരുന്നു പീറ്റർ ആ ഷൂവിന് നൽകിയത്. എന്നാലും ഇതൊക്കെ നടക്കുമ്പോഴും ജോർദാന്റെ ഫാമിലി മറ്റുള്ള കമ്പനികളുമായുള്ള മീറ്റിംഗുകളിൽ പങ്കെടുത്തുകൊണ്ടിരുന്നു. അങ്ങനെ ശനിയാഴ്ചയുള്ള അഡിഡാസുമായുള്ള മീറ്റിംഗിൽ ജോർദാന് കൊടുക്കാനായി ഉണ്ടാക്കിയ നിരവധി ഷൂസുകൾ അവർ ജോർദാന്റെ ഫാമിലിക്ക് കാണിച്ചു കൊടുത്തു. എന്നാൽ ഡെലോറിസ് ആ ഡിസൈനുകളിൽ ഒന്നും അത്രയ്ക്ക് സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. മാത്രമല്ല സോണി പറഞ്ഞതുപോലെ തന്നെ അഡിഡാസിൽ തീരുമാനങ്ങൾ എടുക്കാനായി ഒരു മെയിൻ പേഴ്സൺ ഇല്ല എന്നതും അവർ ശ്രദ്ധിച്ചു. അങ്ങനെ ഞായറാഴ്ചയായി വൈകുന്നേരം നൈക്കിന്റെ ഓഫീസ്. അവിടേക്കെത്തിയ ഫില്ല് കാണുന്നത് തന്റെ ടീം നാളത്തേക്കുള്ള മീറ്റിംഗിന് വേണ്ടി ആത്മാർത്ഥമായി പ്രിപ്പയർ ചെയ്യുന്നതാണ്. അധികം സമയം കളയാതെ ഫില്ല് പുതിയ ഷൂവിന്റെ പേരെന്താണെന്ന് തിരക്കി. സോണി പീറ്റർ പറഞ്ഞ എയർ ജോർദാൻ എന്ന പേര് തന്നെ ഫില്ലിനോടും പറഞ്ഞു. എന്നാൽ ആ പേര് ഫില്ലിന് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അവസാനം ആ പേര് തന്നെ ഇട്ട് മീറ്റിംഗ് നടത്താമെന്ന് സമ്മതിച്ചു. അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം രാത്രി നാളത്തെ മീറ്റിംഗിൽ ആവശ്യമായ ഓഫറും സ്ട്രാറ്റജിയും ഒക്കെ അറേഞ്ച് ചെയ്യാൻ ആ ടീം തുടങ്ങി. അവരിൽ എല്ലാവർക്കും നാളത്തെ മീറ്റിംഗ് സക്സസ് ആകുമെന്ന കോൺഫിഡൻസ് ഉണ്ടെന്ന് അവരുടെ മുഖവും പെരുമാറ്റവും ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അങ്ങനെ അടുത്ത ദിവസം മലകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന നൈക്കിന്റെ ഓഫീസ് സ്വാഗതം ചെയ്തത് കോൺട്രാക്റ്റിനെ പറ്റി ഡിസ്കസ് ചെയ്യാൻ വന്ന ഭാവിയിലെ ലെജൻഡായ മൈക്കിൾ ജോർദാനെയും അയാളുടെ പേരൻസിനെയുമായിരുന്നു. തന്റെ മകനായ ജോർദാൻ ഇതിൽ ഇൻട്രസ്റ്റ് അല്ലായിരുന്നുവെന്നും അതുകൊണ്ട് അയാളെ നിർബന്ധിച്ചാണ് അവർ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് എന്നും ഡെലോറിസ് ആദ്യമേ തന്നെ സോണിയോട് പറയുന്നു. അത് ശരിവെക്കുന്നത് പോലെ തന്നെ അത്രയ്ക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത രീതിയിലായിരുന്നു ജോർദാൻ അവിടേക്ക് എത്തിയതും പെരുമാറിയതും. സോണിയും റോബും പറഞ്ഞ കോമഡിക്ക് പോലും അയാൾ റെസ്പോണ്ട് ചെയ്യാൻ തയ്യാറായില്ല. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഹൊവാർഡ് വൈറ്റ് ആ സിറ്റുവേഷൻ വളരെ നൈസായിട്ട് ഹാൻഡിൽ ചെയ്തു. ജോർദാന് നൈക്ക് പ്രിപ്പയർ ചെയ്ത പ്രോട്ടോടൈപ്പ് മോഡൽ നല്ല രീതിക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു. ആദ്യത്തെ എയർ ജോർദാൻ ഷൂസിൽ ചിക്കാഗോ ബുൾസിന്റെ ജേഴ്സിയോട് ചേരുന്ന വിധത്തിലുള്ള റെഡ് കളർ ആയിരുന്നു ഡൊമിനന്റ് ആയിട്ടുണ്ടായിരുന്നത്. എന്നാൽ റൂൾ അനുസരിച്ചുള്ള പിഴയടക്കാൻ നൈക്ക് തയ്യാറാണെന്ന് സോണിയും റോബും വ്യക്തമാക്കി. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ വേണമെന്ന് കരുതി തന്നെ ഈ ഇമ്പോർട്ടന്റ് മീറ്റിംഗിനായിട്ട് സമയം മാറ്റിവെച്ചെങ്കിലും താൻ ബിസിയാണെന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഫില്ല് മനഃപൂർവ്വം ലേറ്റായി മീറ്റിംഗിലെത്തി. അതിനുശേഷം പ്രിന്റഡ് മീഡിയയുടെ പബ്ലിക്കേഷൻ പ്ലാൻ കാണിക്കാനായി റോബ് ഒരു മാർക്കറ്റിംഗ് പ്രസന്റേഷൻ നടത്തി. എന്നാൽ ഇത് സോണിയെ
വളരെയധികം ബോറടിപ്പിച്ചു. അതുകൊണ്ട് തന്നെ പ്രസന്റേഷൻ നിർത്താനായി സോണി റോബിനോട് ആവശ്യപ്പെട്ടു. എന്നിട്ട് മൈക്കിൾ ജോർദാനെയും അയാളുടെ ഫാമിലിയെയും ഇംപ്രസ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്രസംഗം തന്നെ സോണി അവിടെ നടത്തി. ജോർദാൻ മറ്റുള്ള ബ്രാൻഡുകളുമായി കരാർ ഉറപ്പിച്ചാൽ പൈസയും പ്രശസ്തിയും ലഭിച്ചേക്കാം. എന്നാൽ നൈക്ക് ബാക്കിയുള്ള ബ്രാൻഡ്സിനേക്കാൾ ഡിഫറന്റ് ആണെന്നും ഇവിടെ ജോർദാന് ലഭിക്കുന്നത് ഒരു സ്ഥിരതയാണെന്നും സോണി വ്യക്തമാക്കി. ഏതുതരം ഷൂസ് ആയാലും അതൊരു വ്യക്തി ധരിക്കുന്നതുവരെ ഐഡന്റിറ്റി ഇല്ലാത്ത വെറും ഷൂസുകൾ മാത്രമാണ്. ഈ റൂമിലുള്ള മറ്റുള്ളവരെയെല്ലാം അവരുടെ കാലം കഴിയുമ്പോൾ ആളുകൾ മറക്കുമെന്നും എന്നാൽ എയർ ജോർദാൻ ഷൂസിന്റെ പേരിലൂടെ മൈക്കിൾ ജോർദാനെ എല്ലാ കാലത്തും ആളുകൾ ഓർക്കുമെന്നും സോണി പറയുന്നു. നൈക്ക് അവിടെ എടുത്തത് മൈക്കിൾ ജോർദാന്റെ പേര് ഒരു ലെജൻഡിന്റെ പേരായിട്ട് എല്ലാ കാലത്തും ഓർക്കാനായുള്ള ഒരു മിഷനാണെന്നും സോണി അവരെ അറിയിച്ചു. ഈ സ്റ്റേറ്റ്മെന്റിലൂടെ ജോർദാന്റെ ഫാമിലിക്ക് അവരെ എതിർത്തു പറയാൻ പറ്റാത്ത ഒരവസ്ഥയിലാക്കി. ഈ അവസരത്തിൽ തന്നെ ഫിൽ പ്രിപ്പയർ ചെയ്ത ഒഫീഷ്യൽ ഓഫർ ലെറ്റർ അവർക്ക് കൈമാറി. അതായിരുന്നു ഒരു അത്ലറ്റിനു വേണ്ടി നൈക്ക് അവരുടെ ചരിത്രത്തിൽ തന്നെ എടുത്ത ഏറ്റവും വലിയ കോൺട്രാക്ട് ഓഫർ. നൈക്ക് അവരുടെ പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാൻ ഒരു സ്റ്റാറിനെ തപ്പിയായിരുന്നു നടന്നത്. മൈക്കിൾ ജോർദാൻ ഇതിനു പറ്റിയ ആളാണെന്ന് അവർക്ക് ഉറപ്പുണ്ടായിരുന്നു. ഏതായാലും സോണിയും മറ്റുള്ളവരും നടത്തിയ പ്രസംഗം ഡെലോറിസിനെ കൺവിൻസ് ചെയ്തു. അതുകൊണ്ട് തന്നെ ഡെലോറിസ് ആ കോൺട്രാക്ട് വാങ്ങുകയും ഫൈനൽ ഡിസിഷനു വേണ്ടി വെയിറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അവരുടെ പെരുമാറ്റത്തിൽ നിന്നും മീറ്റിംഗിന്റെ ഉദ്ദേശം ഏകദേശം സക്സസ് ആണെന്നുള്ളത് ടീം മെമ്പേഴ്സിന് മനസ്സിലായി. ഫില്ലിന് സോണിയുടെ പ്രസംഗം വളരെയധികം ഇഷ്ടമായിരുന്നു. എന്നാൽ അവരുടെ എല്ലാം പേര് ആളുകൾ കുറെ കാലം കഴിയുമ്പോൾ മറന്നുപോകുന്ന സ്റ്റേറ്റ്മെന്റ് അയാൾക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. നൈക്കിന്റെ ഫൗണ്ടർ ആയതുകൊണ്ട് തന്നെ മറ്റുള്ള ലെജൻസിന്റെ പേരിന് തുല്യമാണ് തന്റെ പേരും എന്നായിരുന്നു ഫില്ലിന്റെ ചിന്താഗതി. അടുത്തുള്ള ദിവസങ്ങളെല്ലാം ഡെലോറിസിന്റെ മറുപടിക്കായി സോണിയും മറ്റു മെമ്പേഴ്സും വളരെയധികം കാത്തിരിക്കുകയായിരുന്നു. ചിലപ്പോൾ കാര്യങ്ങളൊക്കെ വിചാരിച്ചതുപോലെ തന്നെ നടന്നേക്കാം, അല്ലെങ്കിൽ ഒന്നും നടക്കാതെയും പോകാം. എല്ലാം ഭാഗ്യത്തിനനുസരിച്ചിരിക്കും എന്ന് അവർ ഓരോരുത്തരും ചിന്തിച്ചു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു കോൾ വന്നു. എന്നാൽ അത് മൈക്കിൾ ജോർദാൻ അല്ലായിരുന്നു, പകരം ഹോവാർഡ് വൈറ്റ് ആയിരുന്നു. ഈ ഒരു സമയം കൊണ്ട് തന്നെ ഹോവാർഡ് ജോർദാനിന്റെ അച്ഛനുമായിട്ട് നല്ല അടുപ്പം ഉണ്ടാക്കിയെടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ നൈക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ എമൗണ്ടും അതിന്റെ കൂടെയുള്ള ആഡംബര കാറിനും തുല്യമായ തുക കൊടുക്കാമെന്ന രീതിയിൽ അഡിഡാസ് അവരുടെ ബിഡ് റീസബ്മിറ്റ് ചെയ്തതുമായുള്ള വിവരം ഹോവാർഡിന് ലഭിച്ചു. ഇത് അറിയിക്കാനായിരുന്നു ഹോവാർഡ് വിളിച്ചത്. ഇത് കേട്ടതും സോണിക്ക് വളരെയധികം സങ്കടമായി. കാരണം ഇപ്പോൾ പറഞ്ഞ ഓഫറിന് പുറമെ ഒന്നും തന്നെ ചെയ്യാനായി നൈക്കിന് സാധിക്കില്ലായിരുന്നു. അവർക്ക് പറ്റാവുന്നതിന്റെ മാക്സിമം എമൗണ്ടാണ് കോൺട്രാക്ടിനായി നൈക്ക് ഓഫർ ചെയ്തത്. സോണിക്ക് തന്റെ ഈ പ്രൊജക്ട് നടപ്പിലാക്കാൻ വളരെയധികം തന്നെ സഹായിച്ച റോബിനെ പോലും ഫേസ് ചെയ്യാൻ കഴിഞ്ഞില്ല. അതുപോലെ തന്നെ നൈക്കിലുള്ള തന്റെ ലാസ്റ്റ് ദിവസമാണ് ഇതെന്നും അയാൾ ഉറപ്പിച്ചു. കാരണം ഒരുപക്ഷെ നൈക്കിന്റെ ബാസ്കറ്റ്ബോൾ സെക്ഷൻ നാളെ തന്നെ പിരിച്ചുവിട്ടേക്കാം. ഇതൊക്കെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരാൾ അവിടേക്ക് വിളിക്കുന്നത്. അത് മറ്റാരുമായിരുന്നില്ല, ജോർദാന്റെ അമ്മയായ ഡെലോറിസ് ആയിരുന്നു. ജോർദാന്റെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നതുകൊണ്ട് തന്നെ അഡിഡാസുമായുള്ള ഓഫർ വേണ്ടെന്നും നൈക്കുമായുള്ള കോൺട്രാക്ട് സൈൻ ചെയ്യാമെന്നും അവർ സമ്മതിച്ചു. ഇതറിഞ്ഞതും സോണി വളരെയധികം സന്തോഷവാനായി. പക്ഷേ അവർക്ക് ഒരു കണ്ടീഷൻ കൂടി ഉണ്ടായിരുന്നു. ഓൾറെഡി പറഞ്ഞുറപ്പിച്ച ഓഫറിന്റെ ടേംസ് എല്ലാം മാറ്റുന്ന വിധത്തിലുള്ള ഒരു കണ്ടീഷനായിരുന്നു അത്. കഴിഞ്ഞ മീറ്റിംഗിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളണമെന്ന് അവർ സോണിയോടും നൈക്കിനോടും ആവശ്യപ്പെട്ടു. അതായത് അവിടെ പറഞ്ഞതുപോലെ ഷൂസുകൾക്ക് തന്റെ മകന്റെ പേരിടുകയാണെങ്കിൽ എല്ലാ എയർ ജോർദാൻ പ്രൊഡക്ട്സിലും മൈക്കിൾ ജോർദാന്റെ പേര് കൂടി ലേബൽ ചെയ്യണമെന്നും എയർ ജോർദാൻ ഷൂസിന്റെ ഓരോ സെയിൽസിലും തന്റെ മകന് കൂടി ലാഭത്തിന്റെ ഒരു പെർസെന്റേജ് ലഭിക്കണമെന്നായിരുന്നു ഡിമാൻഡ്. ഇത് കേട്ടതും സോണി ഞെട്ടി. കാരണം ഇങ്ങനെയൊരു കോൺട്രാക്ട് ഇതിനു മുമ്പ് ഒരിക്കൽ പോലും നടന്നിട്ടില്ല. മാത്രമല്ല ഇങ്ങനെയൊരു റിക്വസ്റ്റ് കേൾക്കുന്നത് തന്നെ വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. ലാഭത്തിന്റെ ഒരു വീതം കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിക്ക് അതങ്ങനെ പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. എന്നാൽ അത്ലറ്റ്സ് എത്രത്തോളം ഒരു പ്രൊഡക്റ്റിന്റെ സെയിൽ ബൂസ്റ്റ് ചെയ്യുന്നു എന്നും അങ്ങനെയുള്ളവർക്ക് സ്പോൺസേഴ്സിന്റെ ഇടയിലുള്ള ഡിമാൻഡ് എന്താണെന്നും തനിക്ക് അറിയാമെന്നും ഡെലോറിസ് വ്യക്തമാക്കി. അവർക്ക് രണ്ടുപേർക്കും ഫെയർ ആയിട്ടുള്ള ഒരു വിൻ വിൻ സൊല്യൂഷൻ ആയിരുന്നു ഡെലോറിസ് മുന്നോട്ട് വെച്ചതും. അതുപോലെ തന്നെ ജോർദാൻ ബ്രില്യൻ്റായി പെർഫോം ചെയ്യുമെന്ന് നൈക്ക് വിശ്വസിക്കണമെന്ന് ഡെലോറിസ് ആവശ്യപ്പെട്ടു. മാത്രമല്ല ഒരു ഷൂ അതൊരാൾ അണിയുന്നത് വരെ വെറും ഷൂ ആയിട്ട് മാത്രമേ ഇരിക്കുകയുള്ളൂ എന്നുള്ള സോണിയുടെ വാക്കുകളും ഡെലോറിസ് സോണിയെ ഓർമ്മിപ്പിച്ചു. ഓഫർ സോണി റീഅഡ്ജസ്റ്റ് ചെയ്തിട്ടും ഡെലോറിസ് അവരുടെ കണ്ടീഷനിൽ തന്നെ ഉറച്ചു നിന്നു. ഇതേസമയം ഫില്ലും മൈക്കിൾ ജോർദാന്റെ മറുപടിക്കായി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒടുവിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സോണി ഫില്ലിനോട് പറഞ്ഞു. പക്ഷേ ഫില്ലിന്റെ മറുപടി തികച്ചും അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. അവരെ തിരിച്ചു വിളിച്ച് പറഞ്ഞ കണ്ടീഷൻസ് ഓക്കെയാണെന്ന് പറയാനായിരുന്നു ഫിൽ ആവശ്യപ്പെട്ടത്. മാത്രമല്ല കമ്പനി തുടങ്ങുന്ന സമയം താൻ പറയാറുണ്ടായിരുന്ന റിസ്കിനെ കുറിച്ചുള്ള സ്ലോഗനും ഫിൽ അതോടൊപ്പം ഓർമ്മിപ്പിക്കുന്നു. പിന്നീട് സോണി ഡെലോറിസിനെ വിളിച്ച് കോൺട്രാക്ടിന് കമ്പനി തയ്യാറാണെന്ന് അറിയിച്ചു. അങ്ങനെ ഒരു സ്റ്റാറിനെ കമ്പനിയുടെ പരസ്യത്തിലായി കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തിൽ അവർ എല്ലാവരും ശരിക്കും വിജയിച്ചു. അങ്ങനെ റോബിനോട് ഓഫീസിലേക്ക് എത്താൻ സോണി ആവശ്യപ്പെട്ടു. അവിടെ വെച്ച് ഒരു ഫ്യൂച്ചർ സ്റ്റാറിനെ കമ്പനിയിലേക്ക് റിക്രൂട്ട് ചെയ്യുക എന്ന ലക്ഷ്യത്തിൽ അവർ വിജയിച്ച വാർത്ത എല്ലാവരോടുമായിട്ട് സോണി വിളിച്ചു പറയുന്നു. അതൊരു കമ്പനിക്ക് ലഭിച്ചതിൽ വെച്ച് സക്സസ്ഫുൾ ആയ ഒരു കോൺട്രാക്ട് ആയിരുന്നു. ഷൂ സെയിൽ കൊണ്ട് ഒരു വർഷം $3 മില്യൺ ഏൺ ചെയ്യുക എന്ന ഫില്ലിന്റെ സ്വപ്നവും നടപ്പിലായി. ചിലപ്പോഴൊക്കെ ചിന്തിച്ചതിനേക്കാൾ കൂടുതൽ സെയിൽസും നടന്നു. ഏകദേശം $162 മില്യൺ എയർ ജോർദാൻ ഷൂസിന്റെ ആദ്യ വർഷത്തെ സെയിൽസിൽ നിന്നും കമ്പനിക്ക് ലഭിച്ചത്. ഇങ്ങനൊരു എക്സ്ട്രാ ഓർഡിനറി ഇൻകം ലഭിച്ചത് നൈക്കിന്റെ ഇമേജിനെ തന്നെ മാറ്റിമറിച്ചു. ആവറേജ് $4 ബില്യൺ ഇൻകമാണ് എയർ ജോർദാനിൽ നിന്നും കമ്പനിക്ക് ഓരോ വർഷവും ലഭിക്കുന്നത്. അതുപോലെ തന്നെ മൈക്കിൾ ജോർദാന് ഇതൊരു പാസീവ് ഇൻകം കൂടിയാണ്. ഇപ്പോഴും ജോർദാന് ഇതിന്റെ ഒരു പെർസെന്റേജ് ലഭിക്കുന്നുണ്ട്. അപ്രോക്സിമേറ്റ്ലി $400 മില്യൺ എല്ലാ വർഷവും ഈ സെയിൽസിൽ നിന്ന് അയാൾക്ക് സാലറിയായി ലഭിക്കുന്നത്. ആദ്യത്തെ എയർ ജോർദാന് ശേഷം പീറ്റർ എയർ ജോർദാൻ ഷൂസിനായി പുതിയൊരു ലോഗോ ഐഡിയയുമായി വന്നു. മൈക്കിൾ ജോർദാൻ ലേ അപ്പ് ചെയ്ത ടൈമിലെടുത്ത ഒരു ഫോട്ടോയുടെ അടിസ്ഥാനത്തിലായിരുന്നു ആ ലോഗോ ക്രിയേറ്റ് ചെയ്തത്. മൈക്കിൾ ജോർദാൻ അന്ന് ക്രിയേറ്റ് ചെയ്ത രീതിയിലുള്ള കോൺട്രാക്ട് ഒരു മോഡലായി എടുത്തുകൊണ്ട് ആ രീതിയിലുള്ള കോൺട്രാക്ട് പ്ലേയേഴ്സും കമ്പനികളും തമ്മിൽ ഇന്നും എടുക്കുന്നുണ്ട്.
ഈ സിനിമയും ഈ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം. അതുവരെ